നിങ്ങളോടെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ഇതെന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലേക്ക് ജനറിക് മെഡിസിൻ കൊണ്ടുവരാനുള്ള ജിയോ. നമ്മുടെ ഗവൺമെൻറ്റിനും പിന്നെ ഒരു വിദേശ കമ്പനിക്കും ഇതിനോട് താല്പര്യമുണ്ട്. ഇതെങ്ങാനും ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ ഫാർമ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ റവല്യൂഷൻ നടക്കും. 1000 രൂപയുടെ മെഡിസിൻ വെറും 10 രൂപയ്ക്ക് കിട്ടും. പാവപ്പെട്ടവർക്കൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഇതൊരു വലിയ കാര്യമായിട്ട് ഇയാളെന്തിനാ എങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഉള്ളു കത്തി എരിയുക. എത്രയും പെട്ടെന്ന് ഇത് തടഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ ഇനി നടക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാർ പ്ലീസ് ഡു സംതിങ് സാർ. ഞങ്ങളെല്ലാം സാറിനെ വിശ്വസിച്ചിരിക്കുക. ഒരുപാട് പേർക്ക് പലതും ചെയ്യാനുണ്ട്. മെഡിക്കൽ കോളേജിൽ ഡൊണേഷൻ വാങ്ങിച്ചതായിട്ടും പിന്നെ കിഡ്നി വിറ്റും ഒരുപാട് കാശുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് ഇട്. അല്ലെങ്കിൽ ഇത്രയും നാളത്തെ സമ്പാദ്യവും പോവും. ഇനി അങ്ങോട്ട് സമ്പാദിക്കാനും പറ്റില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു US സിറ്റിസനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കാർക്കെങ്കിലും സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമെന്ന്. അത് കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി. അതെങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന് ഗവൺമെൻറ് കൊടുക്കുന്ന ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. കരണത്ത് ആഞ്ഞടിച്ചതുപോലെ ആയിപ്പോയി. ആ ഒരു മൂമെൻറ്റ് എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് വരുത്തി മാഡം. That's fine. Ma'am, I like to share something. Yes, Janardhan. എന്നോട് സോഷ്യൽ വ്യൂ സ്ട്രെങ്ത് ആയത് സത്യമായിട്ട് മിത്രനാളതാ. ഞാനൊരു വാട്ടി അവനോട് ചോദിച്ചു, എങ്ങനെടാ ഇതെല്ലാം തിരിച്ചു വെച്ചിരിക്കേ? ലൈഫിൽ ഒരു സെക്കൻഡ് കൂടി വേസ്റ്റ് ചെയ്യാൻ വരുന്നതാ ഇപ്പിടി മുടിയൊന്ന് കേട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു, മുംബൈ താജ് അറ്റാക്ക് ചെയ്തപ്പോൾ അജ്മൽ കസബിന് വയസ്സ് 18, ഡൽഹി റേപ്പ് കേസിൽ ഇൻവോൾവ് ആയ പയ്യൻ്റെ വയസ്സ് 17, ഇന്ന് ഈ സിറ്റിയിൽ കൂലിപ്പട കൊള്ളയടിக்கிறവங்க വയസ്സ് 16-17. കെട്ടവൻ തെറ്റ് പഠിക്കാനും തെറ്റുകൾ ചെയ്യാനും നേരോ സമയമൊന്നും പാക്ക മാട്ടാൻ. നല്ലവൻ നല്ലത് ചെയ്യാൻ നനയ്ക്കുന്നവൻ മട്ടും നേരം സമയം സിറ്റുവേഷൻ ഇതിനെല്ലാം അവൻ കാത്തുകൊണ്ടിരിക്കും. സത്യമാവാൻ എനിക്ക് சொன்ன വാർത്ത എൻ്റെ മനസ്സിൽ കൊണ്ട ഇമ്പാക്റ്റ് പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് അവനെ എനിക്കിഷ്ടമായത്. അതാ വെച്ചോണ്ടിരിക്കുന്നത്. വെച്ചോണ്ടിരിക്കാന്നോ? മലയാളത്തിൽ അതിന് വേറെ അർത്ഥമാടാ. Social views were very well discussed by our various professionals. നിങ്ങളുടെ ഇരുളാർന്ന ജീവിതം എനിക്കറിയാം. ഞാൻ പറയുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട മിത്രം വന്നിരുന്നുവെങ്കിൽ. ഇതെന്താടാ പുതിയ പ്രശ്നം? എവനാ അയച്ചത്? നമ്മുടെ സുപ്പീരിയേഴ്സ് ഇതറിഞ്ഞാണ്ടല്ലോ പോസ്റ്റിങ്ങേ കിട്ടില്ലടാ. എടാ, വെളിയിൽ 40 പേര് വന്നാലും 4 നിമിഷം കൊണ്ട് അടിച്ച് തെറിപ്പിച്ചിട്ട് പോവാം. പക്ഷെ ഒരു ഓഫീസറുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാടാ. വിഷയത്തെ വലുതാക്കാമേ, അവോയ്ഡ് ചെയ്താളോ? ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് മുഴുവനായിട്ടും പൂർത്തിയാക്കണം. I 100% agree with Mitran. Excuse me, your Mitran? Please come. നോക്കടാ, മഹിമയല്ലേ വരുന്നത്? എടാ, ഇവളെന്തിനു വേണ്ടി എങ്ങോട്ട് വന്നു? ഒരു വേള ഇവിടെ വന്ന മെസ്സേജ് അയച്ചത്. എന്താടാ ഇവർ ഇത്ര സീരിയസ് ആയി സംസാരിക്കുന്നേ? ഏയ് മിത്രൻ, നിൽക്ക്. ഡാ, അവളാണോ ആ മെസ്സേജ് അയച്ചത്? എടാ, എന്താടാ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? അത് നീ അവളോട് തന്നെ ചോദിച്ചാൽ മതി. മിത്ര, എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോവാ. വാടാ, അവളോട് തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ. എൻ്റെ അച്ഛനെ പോലെ തന്നെ IPS ആകണമെന്നുള്ള മോഹത്തിൽ ഞാൻ സിവിൽ സർവീസ് എക്സാം പാസ്സായി ട്രെയിനിങ്ങിനായി മോസൂറിലേക്ക് പോവായിരുന്നു. നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ മിത്രനെ പരിചയപ്പെട്ടു. എന്താ പിള്ളേരെ കാണിക്കുന്നത്? ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ?
2 വർഷങ്ങളായി മറ്റൊന്നും ആലോചിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ IPS പാസ്സായി. ഇനി പോലീസായി നിങ്ങളെയൊക്കെ അല്ലേ സഹായിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു ദിവസം ഒന്ന് സന്തോഷിച്ചോട്ടെ. എടി ആ ബാത്റൂമിന്റെ അടുത്ത് കുറെ അവന്മാരുന്നുണ്ട് വെള്ളം അടിക്കുന്നടി. മിണ്ടാതെ വന്നിരിക്കാൻ നോക്കടി. കണ്ടിട്ട് വായിക്കൂടി വെള്ളം ഊറുവാടി. നമ്മുടെ കയ്യിൽ ഒരു കുന്തമില്ലല്ലോ. പറയാതെ വയ്യ. എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങൾ തന്നെയാടി. എന്താടി ആണുങ്ങള്, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കിപ്പോ എങ്ങനെയെങ്കിലും വെള്ളം അടിക്കണം. എഴുന്നേറ്റ് പാടി റെഡി ചെയ്യാം. ഒരു ബിയർ അടിച്ചപ്പോൾ തലക്ക് കയറിയല്ലോടാ. എന്താടാ ട്രെയിനിൽ ബാർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെ, ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കാണോ? മോനെ 3 IPS 2 IAS സർപ്രൈസ് സ്ക്വാഡ്. ഇനി നീയൊക്കെ ഒരു വാക്ക് തറുതല പറഞ്ഞാൽ സ്ത്രീകളെ പീഡിപ്പിച്ചു റേപ്പ് അറ്റംപ്റ്റ് ചെയ്തു പറഞ്ഞ് ഉള്ളിലാക്കും. നീ എഴുന്നേക്ക്. എല്ലാരും അങ്ങോട്ട് മാറി നിന്നേ. ഇനി ഞങ്ങൾ ഇനി ചെയ്യില്ല. പോടാ. ഓക്കെ മാഡം. ഇതെല്ലാം അതവിടെ ഇരുന്നോട്ടെ. പോടാ. ദയവേദി കടുംപിടി സാധനം അങ്ങോട്ട് കൊണ്ടുവരല്ലേ. ഇവിടെ വെച്ച് തന്നെ അടിച്ചു തീർത്തു. ഹലോ. എന്താ ചോക്ലേറ്റ് ആടാ? ഞാനൊന്ന് തന്നില്ലേ? പൊടി. ഇനി ഒന്ന് താഴെ ഞാൻ തരില്ലടി. ദേ നോക്ക്, ഞാൻ IPS ആ. നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ലെങ്കിൽ റേപ്പ് കേസ് എന്ന് പറഞ്ഞ് ഞാൻ അകത്തിടും നിന്നെ. റേപ്പാ? അതെന്നാ? നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കിടന്ന് കൂത്താടും. പക്ഷെ പബ്ലിക്കിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു വീണ്ടുചരം വേണം. അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാ. അവരുടെ മനസ്സിന് നന്മകളാണ് കൊടുക്കേണ്ടത്. ഹായ്. എന്താ നിങ്ങൾ ഇങ്ങനെ ചീത്ത കുട്ടികളെ പോലെ കളിക്കുന്നത്? പോലീസൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ പോലീസ് ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ആരാ ആ നിൽക്കുന്ന ചേച്ചിയാ? അതെ, ആ ചേച്ചി തന്നെ. അയ്യോ, ആ ചേച്ചി പോലീസൊന്നും അല്ല. എന്താ ശരിയല്ലേ? നിങ്ങൾ പോലീസൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, പോലീസ് അല്ല. ആ കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നീ ചുമ്മാ കിടന്ന് ഇങ്ങനെ കളിക്കരുതെന്ന്. നീ മിടുപിടിക്ക് കുട്ടിയല്ലേ? പോലീസ് എന്നാൽ നമ്മുടെ നാടിനെ രക്ഷിക്കും, കള്ളത്തരങ്ങളൊന്നും നടക്കാതെ അതിനെ തടയും, പിന്നെ അന്യോന്യം തമ്മിൽ തല്ലുന്നത് തടയാനും നോക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി തമ്മിൽ തല്ലാതെ ചോക്ലേറ്റ് ഷെയർ ചെയ്യണം. ഓക്കെ ആണോ? പോയിക്കോ, വേറെ എന്തെങ്കിലും ഗെയിം കളിക്കും. ശരി അങ്കിൾ. ചേട്ടാ അവിടെ പോ, നമുക്ക് അവിടെ പോയി കളിക്കാം. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ചെകിടത്തൊന്നും തരിക വേണ്ടത്. പക്ഷെ അതും കുട്ടികളെ ബാധിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ വിട്ടത്. പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടി ആഹ്ലാദിക്കുന്നതല്ല. അത് മനസ്സിലാക്കണം. സാധാരണ എന്നെ ആരെങ്കിലും അഡ്വൈസ് ചെയ്താൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ എന്താണെന്നറിയില്ല, ഇവൻ എന്നെ അഡ്വൈസ് ചെയ്തപ്പോൾ എനിക്ക് അവനോട് സ്നേഹം തോന്നി. അന്ന് ട്രെയിൻ മോസൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. കാലത്ത് എഴുന്നേറ്റ ഉടനെ അവനെ അന്വേഷിച്ചു. അവൻ സീറ്റിലില്ലായിരുന്നു. ആ ഒരു കണ്ടുമുട്ടൽ ഒരു പക്ഷെ ആദ്യം അവസാനമായിരുന്നു. അങ്ങനെയൊരു ചിന്തയിൽ എൻ്റെ ട്രെയിനിങ് തുടങ്ങി. Dear students, welcome to the 88th foundation course. Governments may change, crumble, or even topple, but the day-to-day life of the ordinary common man goes on undisturbed because of the executives. That's you. The politicians may be the masters, but you are the actual rulers. And now I proudly present before you the topper of the All India Civil Service exams, Mr. Mithran from Tamil Nadu. It's indeed a great pleasure firstly for me, as he comes from the state where I belong to. എന്റെ മലയാളം എങ്ങനെ ഉണ്ട്? നിന്നെക്കാട്ട് നന്നായിട്ട് ഞാൻ പറയും. അച്ഛാ, ഇതെന്റെ മോളാ. ഹലോ. മഹിമ വളരെ ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാ. അച്ഛാ, അച്ഛനെ അവിടെ ഒരു ഓഫീസർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനാണോ? ശരി മിത്രൻ, ഇവളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയണമെന്നാ വിചാരിച്ചത്. പിന്നീട് പറയാം. അച്ഛാ, പറയാൻ ഉദ്ദേശിച്ചത് പാതിയിൽ നിർത്തിട്ട് എന്തിനാ പോന്നെ? ഓഫീസർ അല്ലേ, വെയിറ്റ് ചെയ്തോളൂ. അങ്ങനാണോ? അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു. എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റിനെല്ലാം കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. അതെന്താണെന്ന് ഓർക്കുക. ഇപ്പൊ എങ്ങനെയൊക്കെയോ IPS ജോയിൻ ചെയ്തു. LKG പോയി തുടങ്ങി കോളേജ് വരെ ആയപ്പോ ഇവള് കാണിച്ച തോന്നിവാസവും മുൻകോപവും ഒക്കെ ടീച്ചറിനെ കല്ലുകൊണ്ടിടിച്ചു, അടുത്തിരുന്ന ചെറുക്കന്റെ ചെവി കടിച്ചു പറിച്ചു. ഡെയിലി ഇവളെ കൊണ്ടുള്ള ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ മിത്രനല്ലേ, ഞാൻ എല്ലാം പറയട്ടെ. ഹായ്. ഹായ്. സോങ് കേൾക്കുവാണോ? സോങ് അല്ല, ന്യൂസാണ്. അത് പിന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ ന്യൂസ്. ട്രെക്കിംഗ് ക്യാൻസൽ ആയ പോലെ ഉണ്ടല്ലോ. പോകുന്ന വഴിയിലേക്ക് സ്നോഫാൾ ഉണ്ട്. നമ്മുടെ ബാച്ച് അടുത്ത ആഴ്ചയെ പോവുള്ളൂ. ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. താങ്ക്സ്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എപ്പോഴും എന്നെ
എല്ലാരും സാധാരണ ഇംപ്രസ് ചെയ്യാറാണ് പതിവ്. എനിക്കാരെ ഇംപ്രസ് ചെയ്തോട്ടും ശീലമില്ല. അത് എന്തോ എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് വേണ്ടി എന്നെ മാറ്റാൻ ശ്രമിച്ച് എന്തൊക്കെയോ സംഭവിച്ചു പോയി. സത്യത്തിൽ ഞാനിങ്ങനെ മാറുന്ന ആളല്ല. ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നവനാ നീ. ഇത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഐ തിങ്ക് ഐ മീൻ ലവ് വിത്ത് യു. എനിക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോ. മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇത്ര മനോഹരമായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലവ്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ആ വാല്യൂവിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. നീ നിന്നെ മാറ്റുമൊന്നും വേണ്ട. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. വീണ്ടും ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് വെറുതെ മനസ്സ് നശിപ്പിക്കണ്ട. എന്താന്ന് വെച്ചാൽ എനിക്ക് പ്രേമമൊന്നും സത്യമായിട്ട് ഒത്തുവരില്ല. അതുകൊണ്ട് വേണ്ട മഹിമ. എൻ്റെ മൈൻഡിൽ അതൊന്നും ചിന്തിക്കാനുള്ള മൂടല്ല. ഇപ്പം ഞാൻ പറയുന്നത് നീ ഒരു തമാശയായിട്ട് കാണരുത്. നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവൻ എൻ്റെ കൺമുമ്പിൽ തന്നെ ഉള്ളപ്പോൾ എൻ്റെ പ്രണയം പുറത്തു കാണിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. വീണ്ടും വീണ്ടും അവനോടിത് പറയുമ്പോൾ അവനെന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അച്ഛനെ ഞാൻ എതിർത്ത് ട്രെയിനിങ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഫോറൻസിക്കിൽ ജോയിൻ ചെയ്തു. ഇവളെ എന്തിനാടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നോ? എന്തുവാടാ ഇത്? നിന്റെ ലൈഫിൽ റീ എൻട്രി ആവാന്ന് വിചാരിച്ചപ്പോ നീ പാതി കെട്ടിട്ട് പോരുന്നോ? കുറ്റബോധം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? ഏയ്, അയ്യോ സാർ ഇതിനു മുമ്പ് എന്നെ തൊട്ടിട്ടേ ഇല്ല. വാ, വന്നിരിക്കെ. എന്താ നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ നോക്കുന്നത്? ദേ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് എന്നെ എന്തിനാ ഇട്ടേച്ച് പോയെന്ന് ചോദിച്ചു പറ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രാത്രിയിലുള്ള ചുറ്റിക്കളി ക്യാമ്പസിൽ ഒറ്റിക്കൊടുക്കും ഞാൻ. മനസ്സിലായോ? ഏയ്, നിങ്ങൾ എവിടേക്കാ പോകുന്നേ? ചായ കുടിക്കാൻ. എന്താടാ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവോ? ഇങ്ങനെ എത്ര നാൾ ഒളിച്ചോടും? ലൈഫ് മുഴുവനും നീ എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവോ? ഇതിനൊരു അവസാനമില്ലേ? പോത്തിന്റെ കാതില് വേദം ഓതിയിട്ട് കാര്യമില്ല. ഫ്രണ്ടിന്റെ മുത്തശ്ശിയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മച്ചാ, പാട്ട് നിന്നെ വെച്ചോണ്ടിരിക്കാൻ പോകുന്നു പറഞ്ഞു കേട്ടാ. നിനക്ക് എങ്കയോ പെരിയ മറുകുണ്ട്. എന്താടാ ഇത്? നിങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നു, അവര് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു. വെച്ചിട്ടുണ്ട് ഞാൻ. മുത്തശ്ശി, എടാ മിത്ര, നിക്കവിടെ. ഇതൊരു ഫ്രണ്ടിന്റെ വീട് പോലെ തോന്നുന്നില്ലല്ലോ. ഓ, ഇവിടെ എത്തിയോ? മൈ ബോയ് ഫ്രണ്ട്. എത്ര തല്ലുകൊണ്ടാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോ ഇങ്ങനെ എടുക്കും, എന്നിട്ടൊരു കുത്ത്. ഇങ്ങനെയൊക്കെ കുത്തി എന്റെ ദേഷ്യം തീർത്തില്ലായിരുന്നെങ്കിൽ എന്നെ നേരിട്ട് നിന്നെ കുത്തിയനെ. മതി മതി, ഇതെന്റെ പ്രൈവറ്റ് ഏരിയ. വാ പോവാ. എടാ എന്തിനാണ് എന്നെ നുണ പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. എന്നാ എല്ലാരും കേട്ടോ, എനിക്കിവനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞതുകൊണ്ട് മാത്ര 6 മാസം അവന്റെ മുമ്പിൽ പോലും വരാഞ്ഞത്. ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കുമെന്നറിയാനാ വന്നത്. വന്നു നോക്കിയപ്പോ ഇവിടെ എല്ലാരും രാത്രിയായി എങ്ങോട്ടോ കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക. ഇവനാണെങ്കിൽ തനിച്ചു പോയി ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു. എന്താ തനിച്ചോ? തനിച്ചു പോകുന്നോ? ഞങ്ങളെല്ലാം എപ്പോഴും ഒരുമിച്ചാണല്ലോ ഇരിക്കാറുള്ളത്. ഇത് കൊള്ളാം, നല്ല കഥ. ഇവൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞില്ലേ? അവനോട് തന്നെ ചോദിക്ക്. മിത്ര, സത്യമാണേ കേട്ടെ, ഞങ്ങളില്ലാതെ നീ തനിച്ചു പോകാറുണ്ടോ? എടാ നീ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? വാ തുറന്ന് എന്തെങ്കിലും പറ. നിങ്ങളുടെ ചോദ്യത്തിൽ ന്യായമുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്കെന്ന് പറഞ്ഞ ചില തീരുമാനങ്ങളുണ്ട്. അതൊന്നും ആരോടും വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഹോം മിനിസ്റ്റർ വന്ന ഉടൻ പുതിയ കെട്ടിടം കാണണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു കഴിഞ്ഞു സർ. ट्रूप सलामी चालू करेंगे. चालू कर. എന്താണ്? എന്താടാ വിളിച്ചായിരുന്നോ? വിളിച്ചോന്നോ? ഡാ,
4 ദിവസം മുമ്പ് നമ്മുടെ കൺമുമ്പിൽ ഒരാളെ കൊന്നവനല്ലേ അവൻ. നമ്മുടെ ജീവൻ പണയം വെച്ചല്ലേ അവനെ പിടിച്ചു കൊടുത്തേ. അവൻ കൂളായിട്ട് ക്യാമ്പസിൽ വന്ന് കണ്ടില്ലേ? എന്താടാ ഇതൊക്കെ? കൈ നിവർത്തി അടിക്കേണ്ട സല്യൂട്ടാണ്. അവനെ ഭയന്ന് ഈ കൈ കൊണ്ട് എൻ്റെ മുഖം മറയ്ക്കാൻ എനിക്ക് തോന്നിയത്. ഛേ, അതെല്ലാം പോട്ടെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും നടക്കാത്ത പോലെ നിന്റെ ഈ നിപ്പില്ലേ, അത് കാണുമ്പോഴാണ് എനിക്ക് അടിമുടി ചൊറിഞ്ഞു കയറുന്നത്. പറയൂ മഹി. ഞാനൊന്ന് പുറത്തു പോവാ, നിങ്ങൾ വരുന്നോ? ഡാ, നീ എന്താ തമാശ പറയാ? നീ എല്ലാ കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ വരുമെന്ന് ഓർക്കണ്ട. അതെ, നീ പറയാതെ ഞങ്ങൾ വരില്ല. മാല പൊട്ടിച്ചപ്പോൾ രാമനാഥൻ എന്നൊരാൾ മരിച്ചില്ലേ? അയാളുടെ വൈഫ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച്? അന്ന് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞത്? എന്റെ സാക്ഷി പോരെന്ന്. അവര് ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നോണ്ട് കോടതിയിൽ ഇങ്ങനെ പറയാ. ഞാൻ ആളെ ശരിക്കും കണ്ടിട്ടില്ലെന്ന് മോനെ. കോടതി അവനെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോ അവനൊരു നോട്ട് തന്നെ നോക്കി മോനെ. അവിടെ വെച്ച് തന്നെ എന്റെ ജീവൻ പോയതുപോലെയായി. ചുറ്റും നിന്ന പോലീസോ വക്കീലോ സഹായത്തിന് പോലും എത്തിയില്ല. ഇങ്ങനെയുള്ള ഈ നശിച്ച നാട്ടിൽ ഞാൻ എന്തിനാ മോനെ ജീവിക്കുന്നത്? പറ. എന്തൊരു ജീവിതമാണ് ഇത്! ഒരു സത്യമായ കേസ് തീർപ്പാക്കാൻ വേണ്ടി 40 വർഷമാകുന്നു. എന്നാൽ ഇവിടെ ഒരു കള്ളക്കേസിൽ നിരപരാധിയാണെന്ന് തെളിയിച്ച് ഒരുത്തൻ 4 ദിവസം കൊണ്ട് പുറത്തു വരുന്നു. ഛേ, ഇതെല്ലാം കണ്ടിട്ട് എന്തു മനസ്സ് വെച്ചിട്ടാണ് ആ ക്യാമ്പസിൽ കയറി ഇനിയും ഉണ്ടാക്കാൻ പോകുന്നത്? എന്തു പറഞ്ഞാലും മറുപടി എന്താ പറയാത്തെ? എവിടാ തനിച്ചു പോകുന്നത് ചോദിച്ചാലും ഒന്നും പറയില്ല. നിന്റെ ലവർ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുക, അവള് ചോദിച്ചാലും മിണ്ടില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നില്ലേ? അതെല്ലാം കണ്ടിട്ട് കുത്തുകല് പോലെ നിന്നാലെങ്ങനാ? എന്തിന്റെ അസുഖമാടാ നിനക്ക്? അത് തന്നെയാടാ, എനിക്ക് അസുഖമാ. ഇപ്പൊ പോലും നീ എന്നോട് പറയുന്നൊന്നും ചെവി കൊള്ളാതെ നിന്റെ പിന്നിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ അസുഖമാടാ എനിക്ക്. കണ്ടില്ലേ, 2 മിനിറ്റ് മുമ്പേ ആംബുലൻസിന്റെ ഡ്രൈവർ എവിടെയോ ആക്സിഡന്റായി മരണത്തിന് പോരാടിക്കൊണ്ടിരുന്നവനെ 300 രൂപ കമ്മീഷന് വേണ്ടി 3 ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താണ്ടി ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്നത് എന്റെ കണ്ണിൽ കണ്ടില്ലേ? ആ അസുഖമാടാ എനിക്ക്. എന്തോ നമ്മൾ പിടിച്ചു കൊടുത്ത ഒരുത്തം പുറത്തു വന്നപ്പോൾ നിങ്ങളൊക്കെ ഇത്രയ്ക്കും ഫീൽ ചെയ്യുന്നല്ലോ. ഇതുവരെ നമ്മൾ പിടിച്ചു കൊടുത്ത 32 പേരും പുറത്തു തന്നെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ദൂരം പണതെല്ലാം വേസ്റ്റാ അല്ലേ? ഒരംശം പോലും വേസ്റ്റ് അവനോടാ. ഇതാണ് ഞാൻ 10 വർഷമായി ജീവിക്കുന്ന വീട്, എൻ്റെ ലോകം. ഇവിടെ എന്നെ ഒഴിച്ച് മറ്റാരും ഇതുവരെ വന്നിട്ടില്ല. നിന്റെ ശത്രു ആരാണെന്ന് പറയൂ, നീ ആരാണെന്ന് പറയാം. എന്തുവാടാ ഇത്? സാധാരണ സുഹൃത്തിനെ കുറിച്ചല്ലേ പറയുള്ളൂ. അതേടാ, നിന്റെ കൂട്ടുകാരനാരാന്നറിഞ്ഞാൽ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. പക്ഷേ നിന്റെ ശത്രു ആരാണെന്ന് അറിയാൻ കഴിഞ്ഞാലേ നിന്റെ കപ്പാസിറ്റിയെക്കുറിച്ച് അറിയാൻ കഴിയൂ. 4 ദിവസം മുമ്പ് ഇവൻ നമ്മുടെ ശത്രുവായിരുന്നു. ഇവൻ കൊന്ന ഈ രാമനാഥൻ എത്രയോ നന്മയ്ക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു. വെറുതെ ഒരു മാലയ്ക്ക് വേണ്ടി അയാളെ കൊല്ലുകയില്ല എന്ന് സംശയിച്ചതുകൊണ്ട് മാത്രമാണ് അന്നവരെ പിടിക്കാൻ അത്ര സാഹസം കാണിച്ചത്. അവിടുന്ന് കിട്ടിയ ചില ഇൻഫർമേഷൻ കൊണ്ടാണ് ഈ പെരുമാൾ സ്വാമിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ആ കൊലപാതകയെ നമ്മൾ എത്ര തവണ ജയിലിലിട്ടാലും വളരെ നിസ്സാരമായി ഇവൻ ജയിലിൽ നിന്നിറക്കും. ആ ജോലി ഏൽപ്പിച്ചത് ഇവനാണ്, ആ രാമനാഥൻ. അയാൾ സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്തിട്ട് എന്തിനാണ് അയാളെ കൊന്നു കളഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ അക്യൂസ്ഡ് ഇന്ന് ഹോം മിനിസ്റ്ററോടൊപ്പം നമ്മുടെ അക്കാഡമിയിൽ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. പെരുമാൾ സ്വാമിയും ഹോം മിനിസ്റ്ററും ചേർന്ന് സിറ്റിക്ക് ഔട്ടുള്ള ഒരു ഏരിയ ആക്രമിച്ച് വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലം വിട്ടുകൊടുക്കാതെ ജനസേവനത്തിനായി പോരാടിയ മനുഷ്യനാണ് ഈ രാമനാഥൻ. ആ ഏരിയ പോലീസുകാരൻ ചെയിൻ പറിച്ചവനെ പിടിച്ചിട്ട് കേസ് ഒത്തുതീർപ്പാക്കി ഫയലും ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾ പറയണം, നമ്മുടെ ശത്രു ഇവനാണോ അതോ ഇവനാണോ? നീ പറയുന്ന എടുത്തിയാടാതെ. ഇതാ നമ്മൾ പിടിച്ചുകൊടുത്ത 32 ക്രൈം കേസ് ഉൾപ്പെടെ ഞാൻ സംശയിച്ച് കണ്ടുപിടിച്ച 500 കുറ്റകൃത്യങ്ങളുടെ ഫുൾ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഇതിലിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെ പുറകിലും ആ ചെയിൻ മോഷണക്കാരനെ പോലെ പലതരത്തിലുള്ള അന്യായങ്ങളും നടന്നിട്ടുണ്ട്. ഇതോ അന്ന് 4 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മളവരെ രക്ഷപ്പെടുത്തിയില്ലേ? അത് പണത്തിനു വേണ്ടിയല്ല അവരെ കടത്തിയത്, ഇതിനു വേണ്ടിയാണ്. കഴിഞ്ഞ മാസം 18 കുട്ടികൾ
ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഇൻക്യുബേറ്ററിൽ ഷോർട്ട് സർക്യൂട്ടിൽ ശ്വാസം മുട്ടി മരിച്ചു എന്നൊരു വാർത്ത വന്നില്ലേ? ആ കുട്ടി അങ്ങനെയല്ല മരിച്ചത്. ഈ കുട്ടികളൊക്കെ ജന്മനാ പ്രമേഹ രോഗമുള്ളവരായിരുന്നു. ദിവസവും കൊടുക്കുന്ന തുള്ളിമരുന്നായിരുന്നു കൊടുത്തത്. എന്നാൽ മരുന്ന് കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാം മരിക്കുകയായിരുന്നു. ഉടൻ തന്നെ മാനേജ്മെന്റിനോട് പറഞ്ഞു. അതിന് അവര് പറഞ്ഞത് എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇത് പുറത്തിറങ്ങിയ ഹോസ്പിറ്റലിലായിരിക്കും നാണക്കേടെന്നാണ്. ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. പുതിയതായിട്ട് കണ്ടുപിടിച്ച ഏതൊരു തെറ്റായ മരുന്ന് അവരുടെ മേൽ പരീക്ഷിച്ച് നീചമായി കൊന്നുകളഞ്ഞു. എങ്ങനെയെങ്കിലും ഈ വിവരങ്ങളെല്ലാം പുറത്തറിയുന്നോർത്ത് ഒരിടത്ത് ഹോം മിനിസ്ട്രി, ഇനിയൊരിടത്ത് ഫോറിൻ മെഡിക്കൽ കമ്പനി എന്നും പറഞ്ഞ് പല തെറ്റുകളും പുറത്തറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ തിരിച്ചുവിട്ടു. ഇത് നേരായ വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്യാനിരുന്ന ആളാണ് രാമനാഥൻ. അദ്ദേഹമെല്ലാം തുറന്നു പറയുന്നതിന് മുമ്പായി ആ കുട്ടികളെയും അവിടുന്ന് കടത്തി. ഇങ്ങനെ ചെയ്യുമ്പോൾ സംശയിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കുട്ടികളോടൊപ്പം 3 പാവപ്പെട്ട കുട്ടികളെയും കടത്തി. ഇത്തരത്തിൽ മെഡിക്കൽ മാഫിയ നടത്തുന്നവനാണ് ഈ അശോക് കുമാർ. നമ്മൾ കണ്ടുപിടിക്കുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ, മോഷണങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈം തന്നെയുണ്ട്. എടാ, ഇങ്ങനെ എല്ലാ ചെറിയ തെറ്റുകളുടെയും പിന്നിൽ വലിയൊരു തെറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എല്ലാ ചെറിയ തെറ്റുകളുടെയും പുറകിൽ വലിയ തെറ്റുകൾ ഉണ്ടെന്നല്ലടാ പറയുന്നത്. എന്നാൽ എല്ലാ വലിയ തെറ്റുകൾക്ക് മുൻപിലും നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ തെറ്റുകൾ കൊണ്ട് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ അന്യായങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല, എൻ്റെ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. നമ്മളെല്ലാവരും എങ്ങനെയാ വാർത്തകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും. അതിനെക്കുറിച്ച് ഞാനെന്തോ മറിച്ച് ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് ഒരു ദിവസം ഒരേ ന്യൂസ് പേപ്പറിൽ 2ാമത്തെ പേജിലെ വാർത്തയും 6ാമത്തെ പേജിലെയും വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2ാമത്തെ പേജിൽ ലോറി സ്ട്രൈക്ക് എന്ന് എഴുതിയിരിക്കുമ്പോൾ 6ാമത്തെ പേജിൽ സബോളയുടെ വില കൂടുകയെന്ന് എഴുതിയിരിക്കുന്നു. ഒരിടത്ത് സ്വർണത്തിന്റെ വില കുതിച്ചു കയറിയെന്നും ഇനിയൊരിടത്ത് അക്ഷയ തൃതീയ 2 ദിവസത്തേക്ക് നീട്ടിയെന്നും എഴുതിയിരിക്കുന്നു. ഒരിടത്ത് പാർട്ടിക്ക് സംഭാവന ചെയ്ത മറുവശത്ത് അവർക്ക് വേണ്ടി അവരെ റിലീസ് ചെയ്തെന്നും കാണാം. ഇതെന്താണെന്നറിയാനുള്ള ആവേശം എനിക്ക് വീണ്ടും കൂടി വന്നു. തൊഴിലവസരങ്ങൾക്കുള്ള പേജ് പോലും നമ്മൾ നോക്കാറില്ല. ആ വശം വിട്ടിട്ടാണല്ലോ നമ്മൾ പരസ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. അങ്ങനെ ചില വ്യാപാരികൾ കൊടുക്കുന്ന പരസ്യം കണ്ട് അതും നമ്മൾ ലോകമാണെന്ന് കരുതാറുണ്ടല്ലോ. ഈ വെള്ളം തന്നെ കുടിക്കണം, ഈ പഠിത്തം തന്നെ പഠിക്കണം, ഈ കാശിന് ഈ മരുന്നൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ഏതോ ഒരു വ്യാപാരിയാണോ തീരുമാനിക്കേണ്ടത്? പോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നിനക്കെന്താണ് ഇതിൽ പ്രശ്നം? നീ എന്തിനാ ഇടപെടുന്നത്? നിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്.